അതായത് മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ചെന്താ? അഭൗതികമായ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രം. അഭൗതികമായ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രം. ഇതാണല്ലോ ഇപ്പോൾ ഏത് മുജാഹിദ് കുട്ടിക്കും കാണാൻ പാടുള്ള വിഷയമാണ്. എന്നാൽ കാഴ്ചപ്പാടെന്താ? ജിന്നും മലക്കും അഭൗതികമാണ്. ജിന്നും മലക്കും അഭൗതികമാണ് എന്നുള്ളത് ഈ വാക്കുകൾ വെച്ച് ഇവരാളുകളെ കബളിപ്പിക്കുന്ന പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അഭൗതികം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ അവർ പറയുന്നത് എന്തായിട്ടാണ് തോന്നുന്നത്? ഏറ്റവും നല്ല തൗഹീദ്, അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കാവുന്ന ഒരു പദമാണ് അഭൗതികം, മറ്റൊന്നും അഭൗതികമല്ല. കേൾക്കുമ്പോൾ അവർ തൗഹീദിന് വേണ്ടിയിട്ട് അവരവർ ഉള്ളിങ്ങനെ പെടയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതേ ഫൈസൽ മൗലവി അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള ജിന്നും മലക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് അദ്ദേഹം ഉപയോഗിക്കും കേട്ടോ. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഫൈസൽ പുതുപ്പറമ്പിൻ്റെ തൗഹീദിൻ്റെ മൗലികത എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. സാംസ്തകത്തിൽ അദ്ദേഹം അഭൗതികം എന്നുള്ള പദം ജിന്നിനും മലക്കിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ ഉപയോഗിക്കുമ്പോൾ എന്തായി മാറി? അത് ആപേക്ഷിക അഭൗതികം ആയിട്ട് മാറി. മറ്റുള്ളവർ പറയുമ്പോൾ അത് സാക്ഷാൽ അഭൗതികമാണത്രേ. അത് വലിയ കടുത്ത തെറ്റാണെന്നാണ് പറഞ്ഞത്. ആരവിടെ സാക്ഷാൽ അഭൗതികം എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും ഒരാൾ ഇവിടെ സാക്ഷാൽ അഭൗതികം എന്ന് പറഞ്ഞു. മൂപ്പര് പറയുമ്പോൾ മാത്രം അത് ആപേക്ഷികമായിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചോളം ആപേക്ഷികമായിട്ടുള്ള അഭൗതികം. സൃഷ്ടി ആ സൃഷ്ടാവ് മാത്രം അഭൗതികം എന്നുള്ള നിലയ്ക്ക് ഓക്കെ, സാക്ഷാൽ അഭൗതികം നിങ്ങൾക്ക് പറയാം. നമ്മളിവിടെ സംസാരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ, ശ്രദ്ധിക്കണം, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ചില അപകടങ്ങൾ. അപ്പൊ ജിന്ന് കാണും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും, മലക്കുകൾ കാണും, കേൾക്കും, സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും അവരെ വീക്ഷണപ്രകാരം. മനുഷ്യരെ സംബന്ധിച്ച് മലക്കും എന്തല്ല, അഭൗതികമല്ല. അവരുടെ ലോകത്ത് അവർക്ക് എന്തില്ല, അഭൗതികത ഒന്നുമില്ല. ഞാൻ എന്നെ കാണുന്ന പോലെയാണ് ഒരു ചിഹ്നം മറ്റൊരു ചിഹ്നം കാണുന്നത്. ഒരു മലക്ക് മറ്റൊരു മലക്കിനെ കാണുന്നത് നമ്മൾ തമ്മിൽ കാണുന്ന പോലെയാണ്, നമ്മൾ തമ്മിൽ ഇടപാടുന്ന പോലെയാണ്. ഇതുപോലെയല്ല മനുഷ്യനും ജിന്നും മലക്കും. മറിച്ച് അവര് നമ്മുടെ ഈ ആലമുൽ ഷഹാദയിലേക്ക് വരുന്നു, പോകുന്നു, നമ്മുടെ ജീവിതവുമായി ഇടപഴകുന്നു എന്നുള്ളത് നമുക്ക് വഹയിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു എന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വിശ്വസിക്കുമോ? കാരണം ഒരിക്കലും പഞ്ചേന്ദ്രിയ വ്യവസ്ഥകൾ കൊണ്ടോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടോ അവരെ നമുക്ക് കണ്ടെത്താനോ അവരെ സാന്നിധ്യം മനസ്സിലാക്കാനോ ഖിയാമത്താൾ വരെ കഴിയില്ല. കാരണം എന്താ? ഇന്നഹു യറാക്കും വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല. കണ്ടോ? വ്യക്തമായത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥക്ക് അപ്പുറത്തുള്ളൊരു കാര്യമായതുകൊണ്ട് അവരോടുള്ള ചോദ്യം, അവരുമായുള്ള ഇടപാടുകൾ, അവരുമായുള്ള സഹായ അഭ്യർത്ഥന, അത് കഴിവിൽപ്പെട്ടതായാലും കഴിവിൽപ്പെടാത്തതായാലും അത് മുത്തലക്കൻ ശിർക്കാണ്. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ? മനസ്സിലായിട്ട് ഇഞ്ഞ് പിന്നെ അത് ഉരുണ്ട് കളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണോ വാദത്തെ നടത്താൻ വേണ്ടി? നമുക്കറിയില്ല. അല്ലാഹു അലം.